വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പർ. എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ? ഇനി നമുക്ക് പതിയെ ക്ലാസ്സുകളിലേക്ക് മടങ്ങി വരാം കേട്ടോ. നമ്മുടെ 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ കുട്ടികളും പക്ഷികളും എന്ന പാഠഭാഗത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചറോട് ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വിവരണം തയ്യാറാക്കാൻ അല്ലേ? പേജ് നമ്പർ 34 എടുത്തോ, നോക്കിക്കോളൂ. നിങ്ങൾക്ക് പരിചിതമായ ഒരു പക്ഷിയുടെ ചിത്രം വരച്ച് വിവരണം തയ്യാറാക്കുക എന്നാണ് ചോദ്യം, അല്ലേ? ഈ കൂട്ടത്തിൽ ഏത് പക്ഷിയെയാണ് നിങ്ങൾക്കറിയാവുന്നത്? പല പക്ഷികളെ കുറിച്ചും അറിയാം, അല്ലേ? അതിന് മുകളിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കിക്കോളൂ. 3-5 പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു പക്ഷിയുടെ ചിത്രം നാം മുമ്പേ തന്നെ വരച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? അതെ, തത്തയുടെ ചിത്രം വരച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കിന്ന് തത്തയെ കുറിച്ച് തന്നെ ഒരു വിവരണം തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? നോട്ട്ബുക്ക് എടുത്തിട്ട് വിവരണം തയ്യാറാക്കാം എന്നുള്ള ചോദ്യം എഴുതിക്കോളൂ. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഏത് പക്ഷിയാണിത്? തത്തയാണല്ലേ? നല്ല പച്ച നിറവും ചുണ്ടുകളുടെ ചുവപ്പ് നിറവും കാണുമ്പോൾ നമുക്കറിയാം ഇത് തത്തമ്മയാണെന്ന്, അല്ലേ? പക്ഷേ നമ്മുടെ തത്ത ഈ പച്ച നിറത്തിൽ മാത്രമല്ല കാണുന്നത്. പച്ച നിറത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നത് നാട്ടു തത്തകളാണ്. ഇത് കൂടാതെ തന്നെ പല നിറങ്ങളിലുള്ള തത്തകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വിവരണം എഴുതി തുടങ്ങാം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തല്ലോ, അല്ലേ? ക്വസ്റ്റ്യനും എഴുതിയല്ലോ. ഞാൻ ഈ വിവരണം പല പാരഗ്രാഫ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളും അതുപോലെ വൃത്തിയായി പാരഗ്രാഫ് തിരിച്ചു തന്നെ എഴുതാൻ ശ്രദ്ധിക്കണേ. അതല്ല, നിങ്ങൾ വേറെ വല്ല പക്ഷികളെയും കുറിച്ചാണ് എഴുതുന്നതെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നാം ഇപ്പോൾ എഴുതാൻ പോകുന്നത് തത്തയെ കുറിച്ചാണല്ലോ. തത്തയുടെ മനോഹരമായ ഒരു ചിത്രവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ തീർച്ചയായും വരയ്ക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ മോള് വരച്ച ഒരു തത്തമ്മയുടെ ചിത്രം ഞാൻ കാണിച്ചിരുന്നില്ലേ? അതുപോലെ നിങ്ങളും നല്ല പക്ഷികളെ കുറിച്ച് വരയ്ക്കുക. നോക്കിക്കോളൂ. എൻ്റെ വീട്ടുപറമ്പിലെ മരങ്ങളിൽ ഒരുപാട് പക്ഷികൾ വരാറുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം തത്തകളോടാണ്. ഇവ മിക്കവാറും കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. ഉഷ്ണമേഖലയിലും ഉഷ്ണമേഖലയോടടുത്ത പ്രദേശങ്ങളിലുമാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫാണ്. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം കുറച്ച് സ്പേസ് നിങ്ങൾ ഒഴിവാക്കിയിടണം. അതിനുശേഷമേ എഴുതി തുടങ്ങാവൂ. നോക്കിക്കോളൂ. ഇനി പറയാൻ പോകുന്നത് തത്തയുടെ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. നോക്കിക്കോളൂ. കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, തടിച്ചുരുണ്ട് കുറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്ത് വളഞ്ഞതുമായ ചുണ്ട്, നീണ്ട ത്രികോണാകൃതിയിലുള്ള വാൽ, മരത്തിൽ കയറാൻ ഉപയോഗിക്കത്തക്ക കാലുകൾ, പച്ച തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ്. തത്തയുടെ മേൽചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. തത്തയുടെ കാലിൽ 4 വിരലുകൾ ആണ് ഉള്ളത്. ഇതിൽ 2 മുന്നോട്ടും 2 പുറകോട്ടും ആണ്. 32 ഇനം തത്തകൾ ഉണ്ടെങ്കിലും 5 ഇനങ്ങൾ മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ഇനി പറയാൻ പോകുന്നത് തത്തകളുടെ പ്രത്യുൽപാദനത്തെ കുറിച്ചാണ്. നോക്കിക്കോളൂ. തത്തകൾ മുട്ടയിടുന്നത് വേനൽക്കാലത്താണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂട് കെട്ടുന്നത്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയുണ്ടാകില്ല. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തൂവലുകളോ രോമങ്ങളോ കാണപ്പെടുന്നില്ല. ഇനി നമുക്ക് അവസാനത്തെ പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. തത്തകൾ അനുകരണ സാമർഥ്യം കൂടുതലുള്ള പക്ഷിയായതിനാൽ നിരന്തരം പരിശീലിപ്പിച്ചാൽ അക്ഷരസ്ഫുടതയോടെ സംസാരിക്കാൻ ഇവയ്ക്ക് കഴിയും. വിളഞ്ഞു നിൽക്കുന്ന ധാന്യച്ചെടികൾ, പാകമായി വരുന്ന കായ്കൾ തുടങ്ങിയവ ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറെ അവ കൊത്തി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മെയ് 31 ലോക തത്ത ദിനമായി ആചരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാം ഈ പക്ഷിയെക്കുറിച്ചുള്ള വിവരണത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അങ്ങ് ഇനിയും ആവാം. ഞാൻ തന്നെ പലയിടത്തു നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വിവരണം തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പലയിടത്തു നിന്നും കളക്ട് ചെയ്ത് മറ്റുള്ള പക്ഷികളെ കുറിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പക്ഷിയുടെ ചിത്രം വരയ്ക്കാനും മറന്നു പോകരുതേ.
നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കമന്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് വർക്ക്ഷീറ്റിനെ കുറിച്ചോ ഏതെങ്കിലും പോർഷനെ കുറിച്ചോ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഞാൻ റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് മറ്റൊന്നുമല്ല, എന്തെങ്കിലും ഞാൻ മുൻപ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുന്നതായിരിക്കും. തീർച്ചയായും 2 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. See you again. Bye.